ശ്രീമന്നാരായണീയം ദശകം 5 ശ്ലോകം 6. സോഹം ച ത്രിഗുണക്രമാത് ത്രിവിധതാമാസാദ്യ വൈകാരികോ ഭൂയസ്തൈജസതാമസാ വിധിഭവന്നാദ്യേന സത്വാത്മനാ ദേവാനിന്ദ്രിയമാനിനോ കൃതദിശാ വാതാർക്കപാശ്യശിനോ വന്നീന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ. ആ അഹങ്കാരമാകട്ടെ സത്വരജസ്തമസുകളുടെ ക്രമമനുസരിച്ച് 3 വിധത്തിലാവുക എന്ന അവസ്ഥയെ പ്രാപിച്ച് വൈകാരികവും അതായത് സാത്വികവും പിന്നെ തൈജസ താമസങ്ങളും അതായത് രാജസങ്ങളും എന്ന സംജ്ഞകളുള്ളതായി തീർന്നു. അവയിൽ ആദ്യത്തേതായ സാത്വികം കൊണ്ട് ദിക്ക്, വായു, ആദിത്യൻ, വരുണൻ, അശ്വിനി ദേവന്മാർ എന്നിവരും അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി എന്നിവരും ചന്ദ്രൻ, ചതുർമുഖൻ, രുദ്രൻ, ക്ഷേത്രജ്ഞൻ എന്നിവരും ആയ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാതാക്കൾ എന്നഭിമാനിക്കുന്ന ദേവന്മാരെ സൃഷ്ടിച്ചു. സാത്വികാഹങ്കാരത്തിൻ്റെ സൃഷ്ടിപ്രകാരം ഒന്നാമത്തേത് ജ്ഞാനേന്ദ്രിയങ്ങൾ അതായത് ശ്രോത്രം, ത്വക്ക്, ചക്ഷുസ്, ജിഹ്വ, ഘ്രാണം, ദിക്ക്, വായു, അർക്കൻ, പാശി, അശ്വികൾ. രണ്ടാമത്തേത് കർമ്മേന്ദ്രിയങ്ങൾ അതായത് വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം, വഹ്നി, ഇന്ദ്രൻ, അച്യുതൻ, മിത്രൻ, പ്രജാപതി എന്നിവ. മൂന്നാമത്തേത് അന്ധക്കരണ വൃത്തികൾ അതായത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ചന്ദ്രൻ, ചതുർമുഖൻ, രുദ്രൻ, ക്ഷേത്രജ്ഞൻ. ഇതാണ് ക്രമം.